എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നെവിലെ ഗോഡാർഡ് പറയുന്നു, നിങ്ങൾ ആഗ്രഹിക്കുകയല്ല ആയിത്തീരുകയാണ് ചെയ്യുന്നത് എന്ന്. നെവിലെ ഗോഡാർഡിന്റെ പ്രശസ്തമായ ദ ലോ ഓഫ് അസംഷൻ എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. വീഡിയോ മുഴുവനായി കണ്ടാലാണ് നിങ്ങൾക്ക് ഇത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ എല്ലാവരും തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം പോസിറ്റീവ് വൈബുള്ള ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി തുടങ്ങിയതാണത്. അപ്പോൾ അതിൽ നിങ്ങൾക്കുള്ള എന്ത് ഡൗട്ട്സിനുള്ള മറുപടിയും അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. കൂടാതെ ഒരുപാട് മോട്ടിവേഷൻസും ഫ്രീ ക്ലാസ്സുകളും അവിടെ അവൈലബിൾ ആണ്. ദ ലോ ഓഫ് അട്രാക്ഷൻ പോലെ തന്നെ ഏറെ പ്രശസ്തമായ ഒരു ബോധതത്വമാണ് ദ ലോ ഓഫ് അസംഷൻ എന്നുള്ളത്. ഒരുപക്ഷെ ലോ ഓഫ് അട്രാക്ഷനേക്കാൾ കൂടുതൽ ലോ ഓഫ് അസംഷനെ കുറിച്ച് അറിവ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം ഒരുപാട് മാറും എന്ന് തന്നെയാണ് നെവിലെ ഗോഡാർഡ് പറയുന്നത്. നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നു അതുപോലെ നിങ്ങളുടെ ജീവിതം രൂപപ്പെടുന്നു എന്നാണ് ഗോഡാർഡ് പറയുന്നത്. അതായത് ധാരണയാണ് സൃഷ്ടിയുടെ ആധാരം. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം ഇതിനകം തന്നെ നിറവേറ്റി കഴിഞ്ഞതായി അല്ലെങ്കിൽ നിറവേറ്റപ്പെട്ടതായി കരുതുമ്പോൾ അത് യാഥാർത്ഥ്യമായി നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇതാണ് ദ ലോ ഓഫ് അസംഷൻ. അപ്പൊ എല്ലാവരും തന്നെ ചോദിക്കും, എന്താണ് ഈ ലോ ഓഫ് അട്രാക്ഷനും ലോ ഓഫ് അസംഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന്, അല്ലെ? അതായത് നമ്മൾ എന്താ ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത്, നമ്മുടെ ഉള്ളിൽ ഒരു ഇന്റേണൽ ഫ്രീക്വൻസി ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു വൈബ്രേഷൻ ഉണ്ട്. നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾക്കെല്ലാം ഒരു വൈബ്രേഷൻ ഉണ്ട്. അത് നമ്മുടെ ഇന്റേണൽ ഫ്രീക്വൻസി നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നനുസരിച്ചിട്ടാണ്, നമ്മുടെ എല്ലാ പ്രവർത്തികളും അനുസരിച്ചിട്ടാണ് നമ്മുടെ ഇന്റേണൽ വൈബ്രേഷൻ ക്രിയേറ്റ് ആവുന്നത്. ആ വൈബ്രേഷൻ പ്രപഞ്ചത്തിലേക്ക് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള അനുഭവങ്ങൾ, നമ്മുടെ ഇന്റേണൽ വൈബ്രേഷൻ അനുസരിച്ചുള്ള അനുഭവങ്ങളെയാണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ചിട്ട്, നമ്മുടെ വൈബ്രേഷൻ അനുസരിച്ചിട്ട് പുറമേ നിന്ന് വരുന്ന എന്തോ ഒന്നാണ് നമ്മുടെ ആഗ്രഹ സാഫല്യം അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് എന്നാണ് എല്ലാവരും കരുതിയിരിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് നേടിയെടുക്കുന്നതിന് പുറത്തുനിന്ന് എന്തോ ഒന്നുകൂടെ നമ്മൾ അട്രാക്ട് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള രീതിയിലാണ് പൊതുവെ നമ്മളുടെ ഒരു വിശ്വാസം വരിക. പക്ഷേ ലോ ഓഫ് അസംഷൻ അതിനേക്കാൾ ആഴത്തിലാണ് ഗോഡാർഡ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ധാരണ എന്നുള്ളതിന് ഇവിടെ വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ ഒരു ആശയം നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു കരുതുമ്പോൾ അന്നേരം തന്നെ അത് നമ്മുടെ അവബോധത്തിൽ സത്യമാകുന്നു. അത് പുറത്തുള്ള ലോകം വഴി പ്രതിഫലിക്കുന്നു. അതായത് നമ്മളിപ്പോ എനിക്ക് 5 ലക്ഷം രൂപ കിട്ടി, അത് കിട്ടിക്കഴിഞ്ഞു, പിന്നെ അത് അവിടെ നടക്കാനില്ല. കഴിയുമ്പോൾ ഉള്ള അതേ അവസ്ഥ ഞാൻ എൻ്റെ ബോഡിയിൽ, അതേ സന്തോഷം, അതേ വികാരം, അതേ വിചാരങ്ങളെല്ലാം നമ്മൾ അനുഭവിച്ചു കഴിയുമ്പോൾ അത് നമ്മുടേതായി തീർന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് നമ്മൾ പെരുമാറേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ഉദാഹരണം പറയുന്നത്, നിങ്ങൾക്ക് സമ്പന്നനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ നിലവിലെ പാവപ്പെട്ടവനായിരിക്കും. പക്ഷേ നിങ്ങൾ നിങ്ങളെ തന്നെ ധനികനായിട്ട് ഇപ്പൊ തന്നെ അനുഭവിക്കണം എന്നുള്ളതാണ്. അതായത് ആ അവസ്ഥയിൽ നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ് ലോ ഓഫ് അസംഷൻ നമ്മളോട് പറയുന്നത്. അങ്ങനെ നമ്മള് ധനികൻ എന്നുള്ള അവസ്ഥ അനുഭവിക്കുമ്പോൾ തന്നെ നമുക്ക് ചുറ്റും നമുക്ക് പണം നമ്മളിലേക്ക് ഒഴുകുന്നതിനുള്ള വഴികൾ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് രൂപപ്പെട്ട് വരുന്നു. ഞാൻ ആരോഗ്യവാനാണ്, എനിക്ക് നല്ല ബലമുണ്ട്, ഇങ്ങനെയുള്ള പ്രസ്താവനകളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥകളാണ് നമ്മുടെ മനസ്സിൽ ചിത്രീകരിക്കേണ്ടത്. അദ്ദേഹം പറയുന്നത് ഭാവനയ്ക്ക് വളരെയധികം ശക്തിയുണ്ട്. നമ്മുടെ ഇമാജിനേഷൻ ആണ്, അതായത് നമ്മളൊക്കെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ള നമ്മുടെ ഇമാജിനേഷനിലാണ് നമുക്ക് പുറത്തുള്ള ലോകം രൂപപ്പെടുന്നത് എന്നുള്ളതാണ്. 3 എസെൻഷ്യൽ തിങ്സിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ ലോ ഓഫ് അസംഷൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതായത് നമുക്ക് വേണ്ട ഒരു ബേണിംഗ് ഡിസയർ വേണം.
രണ്ടാമത് അദ്ദേഹം പറയുന്നത് ഒരു ഫിസിക്കൽ ഇമ്മൊബിലിറ്റി വേണമെന്നാണ്. മൂന്നാമത് പറയുന്നത് ദ എസംഷൻ ഓഫ് ദ വിഷ് ഓൾറെഡി ഫുൾഫിൽഡ്. അതായത് നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ അതിതീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം വേണം. നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ള നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള കൃത്യമായി നിർവചിച്ച ഒരു ലക്ഷ്യവും അത് നമുക്ക് വേണമെന്നുള്ള അതിതീക്ഷ്ണമായിട്ടുള്ള നമ്മുടെ ആഗ്രഹവുമാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തത് എന്താണ്? ഫിസിക്കൽ ഇമ്മൊബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ശരീരം എപ്പോഴാണോ റെസ്റ്റിലിരിക്കുന്നത് അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്നത്, അപ്പോൾ നമ്മുടെ ഫോക്കസ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഒരുപാട് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ നമ്മളെ സഹായിക്കും. നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് പോകാൻ നമ്മളെ സഹായിക്കും. അവിടെ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് തെളിഞ്ഞു വരും എന്നുള്ളതാണ് മറ്റൊരു സത്യം. പിന്നെ അസംഷൻ, അതായത് നമ്മൾ വിചാരിക്കുകയാണ്, ഓൾറെഡി നമ്മൾ ഇമാജിനേഷൻ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ആ സൈലൻസിൽ നമ്മുടെ ബോഡി മൊബിലിറ്റി ഇരിക്കുമ്പോൾ നമുക്ക് വേണ്ട ഇൻറ്റ്യൂഷൻസ് കിട്ടിക്കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ ചിന്തിച്ചു നമുക്ക് വേണ്ടത് ഇതാണ്, അത് നമ്മൾ ആയി തീർന്നിരിക്കുന്നു എന്നുള്ള ഒരു ഫീലിംഗ് നമ്മുടെ ബോഡിയിൽ കൊണ്ടുവന്ന് നമ്മൾ ആ സന്തോഷം അനുഭവിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് നടന്നു കഴിഞ്ഞതായിട്ട് നമ്മൾ വിശ്വസിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ചുറ്റും വേണ്ട കാര്യങ്ങൾ രൂപപ്പെട്ട് വരുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു എക്സാമിന് എനിക്ക് ഇന്ന റാങ്ക് വേണമെന്ന് ആഗ്രഹിച്ചൊരു കുട്ടി, അല്ലെങ്കിൽ എനിക്ക് ഡിസ്റ്റിങ്ഷൻ വേണമെന്ന് ആഗ്രഹിച്ച കുട്ടി, എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടിക്കഴിഞ്ഞു. ആ ഡിസ്റ്റിങ്ഷൻ കിട്ടിയതിന് ഓൾറെഡി ഞാൻ നന്ദി പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ഡിസ്റ്റിങ്ഷൻ കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന എല്ലാ അപ്രീസിയേഷൻസും, മറ്റുള്ളവർ എന്നെ എന്ത് പറയുന്നു ആ ഒരു ലെവലിൽ എനിക്ക് കിട്ടുന്ന എല്ലാ അപ്രീസിയേഷൻസും എല്ലാം കേട്ട് കഴിയുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം, ആ ഫീലിംഗ് എല്ലാം ബോഡിയിൽ അനുഭവിച്ച് ആ ഒരു അവസ്ഥ നമ്മൾ ഇപ്പോഴേ അനുഭവിച്ചു കൊണ്ട് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ കുട്ടിയുടെ എക്സാമിന്റെ റിസൾട്ട് വരുമ്പോൾ ആ ഒരു ഗ്രേഡ് ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ ഇത് വിഷ്വലൈസ് ചെയ്താൽ മാത്രം പോരാ, അതോടൊപ്പം തന്നെ നമ്മൾ പഠിക്കുക എന്നുള്ള കാര്യം നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യുക കൂടി വേണം. അത് പഠിക്കുന്നതിന്റെ ഒപ്പം റിസൾട്ട് കിട്ടുന്നതിന് ഈ വിഷ്വലൈസേഷൻ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് വേണ്ട പാഠഭാഗങ്ങൾ നോക്കി പഠിക്കാനായിട്ട് അഡ്വാൻസ് ആയിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തോന്നും. ഇത് പഠിക്കുക അത് പഠിക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് പലപ്പോഴും മനസ്സിൽ തോന്നുകയും അത് പഠിച്ച് നമുക്ക് മുന്നോട്ട് പോയിട്ട് ആ ആൻസറുകൾ മര്യാദയ്ക്ക് എഴുതാനും അതിന്റെ വാല്യുവേഷൻ ടീച്ചേഴ്സിന് അതിന്റെ മാർക്ക് കൊടുക്കാനും എല്ലാമുള്ള സാഹചര്യങ്ങൾ പ്രപഞ്ചം ക്രിയേറ്റ് ചെയ്തോളൂ. അപ്പോൾ നമ്മൾ ആ ഗോൾ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞതായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മുടെ അടുത്ത് എത്തിപ്പെടുക തന്നെ ചെയ്യും. പലരും ചോദിക്കാറുണ്ട്, ഞാൻ ദരിദ്രനായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ പാവപ്പെട്ടവനായിട്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ സമ്പന്നത എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഒരച്ഛൻ വളരെ പാവപ്പെട്ടവനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് കിട്ടുന്ന പൈസ കൂട്ടിവെച്ച് അദ്ദേഹത്തിന്റെ മകന് ആഴ്ചയിൽ ഒരു ദിവസം വലിയ റിച്ച് ആയിട്ടുള്ള ആളുകൾ വരുന്ന ഹോട്ടലിൽ ചെന്നിട്ട് അവൻ അവിടെ നിന്ന് ഒരു കോഫി വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു അദ്ദേഹം. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ പ്രിൻസിപ്പിൾ. ധനികരെ കണ്ട് അവരുടെ ശീലങ്ങൾ ഫോളോ ചെയ്താൽ, അവരെങ്ങനെയാണോ പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മോഡൽ ചെയ്ത് അവരെ അതുപോലെ തന്നെ നമ്മൾ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും അതുപോലത്തെ ഒരു ജീവിത ശൈലിയിലേക്കോ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തിപ്പിടിക്കാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പൊ അദ്ദേഹം 10 രൂപ കൊടുത്താൽ കിട്ടുന്ന കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് 100-150 രൂപ ചെലവാക്കി സ്റ്റാർ ഹോട്ടലില് വലിയ വലിയ ആളുകൾ വരുന്ന ഹോട്ടലിൽ ചെന്ന് കുഞ്ഞിന് ഒരു കാപ്പി വാങ്ങിച്ചു കൊടുത്ത് അദ്ദേഹം കുടിക്കില്ല. വാങ്ങിച്ചു കൊടുത്ത് അവിടെ വെയിറ്റ് ചെയ്യും. എന്തിനാണെന്ന് വെച്ചാല് ചുറ്റും വരുന്ന വലിയ വലിയ ആളുകളെ ഇവനെ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ ഹോട്ടലിൽ മകനെ കൊണ്ടുപോകുന്നതിന് മുന്നേ അദ്ദേഹം പൈസ എല്ലാം ചേർത്ത് വെച്ച് മകന് റിച്ച് ആയിട്ടുള്ള ആളുകളുടെ മക്കള് എങ്ങനെയാണോ ഡ്രസ്സ് ചെയ്യുന്നത് അതുപോലത്തെ ഡ്രസ്സും അവന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം ഈ ഡ്രസ്സ് ഇടിപ്പിച്ച് അവനെ കൊണ്ടുപോയി ഒരു കോഫി വാങ്ങിച്ച് കുടിക്കുന്ന സമയത്ത് ഈ മകന് അവിടെ അവസരം കിട്ടുകയാണ്. എങ്ങനെയാണ് വലിയ വലിയ ആളുകള് ഏതെല്ലാം വണ്ടികളിലാണ് അവർ വന്ന് ഇറങ്ങുന്നത്, അവരെങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. ആ കോമ്പൗണ്ടിൽ കുറെ നേരം അവനെ കളിക്കാനും അദ്ദേഹം അനുവദിക്കുമായിരുന്നു.
അങ്ങനെ വളർന്നു വന്ന കുഞ്ഞ് പഠിച്ചു വലുതായി അവൻ വലിയൊരു ഹോട്ടൽ സാമ്രാജ്യത്തിന്റെ ഉടമയായി മാറുകയാണ് ഭാവിയിൽ. അപ്പോൾ അവന്റെ 35-ാമത്തെ വയസ്സിൽ വന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇന്ന് വരെ ഉണ്ടാക്കാത്ത സമ്പാദ്യം ഞാൻ എൻ്റെ ഈ ചെറുപ്രായത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ തിരിച്ച് മകനോട് പറയുകയാണ്, ഞാൻ ചെറുപ്പത്തിലെ നിന്നെ കൊണ്ടുപോയി എനിക്ക് കിട്ടാതിരുന്ന സാഹചര്യങ്ങളെല്ലാം ഞാൻ നിനക്ക് കാട്ടി തന്നിട്ടുണ്ട്. അതായത് എനിക്ക് എൻ്റെ പാരൻസോ എനിക്ക് മറ്റുള്ളവരിൽ നിന്നോ കിട്ടാത്ത അറിവുകൾ നിനക്ക് നൽകാനായി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് കിട്ടുന്ന ചുരുങ്ങിയ വരുമാനത്തിൽ നിന്ന് മിച്ചം പിടിച്ച് ആ പൈസ കൊണ്ട് വലിയ വലിയ ആളുകൾ വരുന്ന ഹോട്ടലിൽ കൊണ്ടുപോയി നിനക്ക് ഞാൻ ഒരു കോഫി ആഴ്ചയിൽ ഒരു ദിവസം വാങ്ങിച്ചു തരികയും അവരെങ്ങനെയാണ് പെരുമാറുന്നത് അവരുടെ രീതികൾ മനസ്സിലാക്കാനായിട്ട് നിന്നെ ഞാൻ സഹായിച്ചിരുന്നു. ആ അറിവ് നിനക്ക് കിട്ടിയത് കൊണ്ടാണ് നിനക്ക് ഇത്രയും വേഗം ഒരു സമ്പന്നനായി തീരാൻ സാധിച്ചത് എന്ന്. അത് പറഞ്ഞപ്പോ മകൻ തലകുനിച്ചു നിന്നു. കാരണം അദ്ദേഹത്തിന് പറ്റാവുന്ന രീതിയിൽ ഈ മകനെ സഹായിക്കുകയാണ് ചെയ്തത്. അപ്പോ ആ മകൻ തിരിച്ചിങ്ങനെ പറഞ്ഞപ്പോ അദ്ദേഹത്തിന് തിരിച്ച് കൃത്യമായിട്ട് പറയാൻ മറുപടി ഉണ്ടായിരുന്നു. കാരണം എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിവില്ലായിരുന്നു, അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് കിട്ടിയ അറിവ് വെച്ചിട്ട് മകനെ അദ്ദേഹം പോസിറ്റീവായിട്ട് അവന്റെ മനസ്സില് ധനികരെ കുറിച്ചുള്ള ഒരു പിക്ചറ് പോസിറ്റീവായിട്ട് രൂപപ്പെടുത്താൻ ശ്രമിക്കുകയും അങ്ങനെ അവരെ പോസിറ്റീവായിട്ട് അവനെ ആ ഒരു രീതിയിലേക്ക് ഗൈഡ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതുകൊണ്ടാണ് അവന് ആ ചെറുപ്രായത്തിൽ തന്നെ സമ്പന്നനായി തീരാൻ സാധിച്ചത്. അതുപോലെ തന്നെ നമുക്ക് പലർക്കും സമ്പത്തിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ചെറുപ്പത്തിലേ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ ആറ്റിറ്റ്യൂഡിന് ഒരു മാറ്റം വരുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ് ഇല്ലാതാവുമ്പോൾ തന്നെ നമുക്ക് സമ്പന്നതയിലേക്കുള്ള വാതിലുകൾ ഒരുപാട് തുറന്നു കിട്ടും. നമുക്ക് ചുറ്റും നമുക്ക് പല രീതിയിലെ പൈസകൾ വരുന്നുണ്ട്, പക്ഷെ ഇതൊന്നും നമ്മുടെ കണ്ണിൽ പിടിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ ഒരു പേയ്മെന്റ് ഡിജിറ്റലായിട്ട് പേ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ക്യാഷ് ബാക്കോ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് വൗച്ചറോ ഒരു 2 രൂപയോ 1 രൂപയോ ക്യാഷ് ബാക്ക് കിട്ടിയാൽ ആരാണ് നന്ദി പറയുന്നതുള്ളത്? നമ്മൾ അങ്ങനെ ആ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യത്തിന് വരെ നമ്മൾ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ, നമുക്ക് ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾക്ക് കിട്ടുമ്പോൾ അതിനെല്ലാം നമ്മൾ നന്ദി പറയുമ്പോൾ ഇതെല്ലാം നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് ഒരു നേരത്തെ ഫുഡ് നല്ല ലാവിഷായിട്ട് കഴിക്കാനുണ്ടെങ്കിൽ, നമ്മുടെ വയറ് നിറയെ കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമുക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം നമുക്ക് സെലക്ട് ചെയ്ത് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം നമുക്ക് നന്ദി പറയാനുള്ള അവസരങ്ങളാണ്. നമ്മൾ സമ്പന്നനാണ് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ മനസ്സിൽ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അങ്ങനെയുള്ള അഫർമേഷൻസ് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് സമ്പന്നതയിലേക്ക് എത്താൻ പറ്റും. ഉദാഹരണത്തിന്, ഇപ്പോൾ എനിക്കൊരു പഴംപൊരി വാങ്ങിച്ച് കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അതെനിക്ക് വാങ്ങിച്ച് കഴിക്കാൻ പറ്റിയാൽ ആ പഴംപൊരി വാങ്ങിക്കുമ്പോൾ തന്നെ ഞാൻ പൈസ കൊടുക്കുമ്പോൾ ഞാൻ സമ്പന്നനാണ് അല്ലെങ്കിൽ ഞാൻ സമ്പന്നയാണ് എന്ന് പറഞ്ഞ് ആ സന്തോഷത്തോടുകൂടി ആ പഴംപൊരി കഴിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ധനികരായി കഴിഞ്ഞതിൻ്റെ ഒരു ജീവിതം ജീവിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പൈസക്കുള്ള ബ്ലോക്ക് മാറുകയും നമ്മളിലേക്ക് പൈസ ഒഴുകുകയും ചെയ്യും. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഓൾ, ലവ് യു ഓൾ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.